ഹലോ, ഈ നട്ടപാതിരാത്രി നമ്മള് വേറെ എങ്ങോട്ടും അല്ലാട്ടോ പോകുന്നത്, നമ്മുടെ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിന്ററിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലെ സ്നോ ഒക്കെ കളയാനായിട്ട് സാൾട്ടും അതുപോലെ ഡി ഐസിങ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ കാറിന്റെ മെറ്റൽസിനൊക്കെ കേടാണല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രാത്രി 10 മണിക്ക് ശേഷം കാർ വാഷിന് 50% ഓഫർ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാർ വാഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അതും ആ ഹാപ്പി അവർ നോക്കിയിട്ടാണ് നമ്മളും കാർ വാഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും AK വ്ളോഗ്സിലെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി ആയിരുന്നത് കൊണ്ട് തന്നെ റോഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാർ വാഷ് ചെയ്യുന്നതിന്റെ അവിടെ അങ്ങനെ ആയിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതായിരുന്നു അവിടെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ. ഇവിടെ ഇത്രയും കാറുകൾ ക്യൂ ആട്ടോ. ഇവരെല്ലാവരും ഹാപ്പി അവർ നോക്കി നിൽക്കാവോ? ഓരോ കാർ വാഷിനും എത്ര പ്രൈസ് ആണുള്ളത് ഇതെവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടില് 2 വണ്ടികൾ കിടക്കുന്നുണ്ടോ? ആ റൂം ഓപ്പൺ ആയാൽ മാത്രമേ ഇവിടെ നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ വെയിറ്റ് ചെയ്യാനാ പറയുന്നത് കണ്ടോ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ കാർ വാഷിന്റെയും ടൈമായി. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കാറിൽ കുടുങ്ങി പോവോ അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും സ്ക്രാച്ച് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ നാട്ടിലതൊന്നും കണ്ടിട്ടില്ല. നാട്ടിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കാർ വാഷ് ചെയ്യും, അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ അവര് നമ്മളോട് ഒന്നല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ഇങ്ങനെ ഓട്ടോമാറ്റിക് കാർ വാഷ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ബബിൾ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു വാട്ടർ സ്പ്രേ ചെയ്യും. ഇത് സേഫ് അല്ലേ ഈ കാർ വാഷ്? പേടിക്കണ്ട, വണ്ടിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇരിക്കണ്ട. കണ്ട ഒന്നും വേണ്ട, ഫോം വന്നു പിന്നെ പതുക്കെ അമ്മ വാഷ് ചെയ്യും. ഇതെല്ലാം തന്നെ ഫിൻലാൻഡിലെ അൺസ്കിൽഡ് ജോബ് വേക്കൻസി കുറയ്ക്കാനായിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ പല മേഖലകളിലൂടെ ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആരെയും കാണാനായിട്ട് പറ്റില്ല. നമ്മൾ സെൽഫായിട്ടാണ് പെട്രോൾ അടിക്കുന്നതും ബില്ല് പേ ചെയ്യുന്നതെല്ലാം. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് സെൽഫ് ബില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും സ്റ്റാഫുകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ ഈ കാർ വാഷിംഗ് സെന്ററിൽ ഇത് തന്നെയാണ് അവസ്ഥ. അതായത് ഏത് കാർ വാഷ് സെലക്ട് ചെയ്യണം, ബില്ല് എങ്ങനെ പേ ചെയ്യണം എന്നെല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാനായിട്ട് പറ്റും. കാർ വാഷ് ചെയ്യുന്നതെല്ലാം വളരെയധികം അത്ഭുതത്തോടെയാണ് കേട്ടോ കിച്ചു നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യം വാട്ടർ സ്പ്രേ ചെയ്യുന്നതും പിന്നെ ഫോം വരുന്നതും പിന്നെ ബ്രഷ് വരുന്നതും എല്ലാം. വാട്ടർ സ്പ്രേ ചെയ്തപ്പോഴും ഫോം വന്നപ്പോഴൊന്നും ആശാൻ അങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബ്രഷ് വന്നപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ. പിന്നെ അവനോട് പല തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് അവനെ നമ്മൾ അടക്കി ഒതുക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രഷ് വെച്ച് വാഷ് ചെയ്യൂട്ടോ. അങ്ങനെ ബ്രഷ് വന്നു. 15 മിനിറ്റിന്റെ കാർ വാഷ് ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു നോർമൽ കാർ വാഷ് ആണ്. കാർ നന്നായി വാഷ് ചെയ്ത് ഡ്രൈൻ ചെയ്ത് വാക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 35 യൂറോ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഹാപ്പി അവർ ആയതുകൊണ്ട് 17 യൂറോക്കാണ് നമ്മൾ കാർ വാഷ് ചെയ്തത്. ഇത്രയും ഓഫർ ഉള്ളത് കൊണ്ടാണ് പുറത്ത് നമ്മൾ അത്രയധികം കാറുകൾ കണ്ടത്. നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ കാറുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളം എല്ലാം ഡ്രൈൻ ചെയ്ത് വാക്സും കൂടെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും കുറച്ചു നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞല്ലോ 15 മിനിറ്റിന്റെ വാഷാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന്. അപ്പൊ ഈ 15 മിനിറ്റിനുള്ളിൽ എല്ലാം തന്നെ ഇവർ ചെയ്തു തരും കേട്ടോ. ഇതായിരുന്നു വാഷിന് മുമ്പുള്ള നമ്മുടെ കാറിന്റെ അവസ്ഥ കേട്ടോ. മൊത്തത്തില് ചളിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പൊ വാഷ് കഴിഞ്ഞപ്പോൾ കാറ് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.